എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള സർക്കാരിന് കീഴിൽ ടൂറിസം വകുപ്പിന് കീഴിൽ കോഴിക്കോട് ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിലേക്കും വയനാട് സുൽത്താൻ ബത്തേരി ഗസ്റ്റ് ഹൗസിലേക്കും വിവിധ പോസ്റ്റുകളിലേക്ക് ജോലി അവസരമുണ്ട്. താല്പര്യമുള്ളവർക്ക് പോസ്റ്റ് വഴി അപേക്ഷിക്കാവുന്നതാണ്. വിവിധ യോഗ്യതയുള്ളവർക്ക് അവസരമുണ്ട്. ഡീറ്റെയിൽസ് നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കേരള സർക്കാരിന് കീഴിൽ വിനോദസഞ്ചാര വകുപ്പിന് കീഴിലുള്ള കോഴിക്കോട് ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിലേക്കും വയനാട് സുൽത്താൻ ബത്തേരി ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിലേക്കും കരാർ അടിസ്ഥാനത്തിൽ 1 വർഷ കാലയളവിലേക്കാണ് നിയമനമുള്ളത്. തസ്തികകൾ ഏതൊക്കെയാണെന്നും ഒഴിവും നോക്കാം. ആദ്യത്തേത് ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസ് കോഴിക്കോടാണ്. തസ്തികകൾ വരുന്നത് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് 6 വേക്കൻസി, ഫുഡ് ആൻഡ് ബിവറേജ് സ്റ്റാഫ് 7 വേക്കൻസി, കുക്ക് 3 വേക്കൻസി, അസിസ്റ്റൻറ്റ് കുക്ക് 1 വേക്കൻസി. ആകെ 17 വേക്കൻസിയാണുള്ളത്. ഇനി ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസ് സുൽത്താൻ ബത്തേരി തസ്തികകൾ വരുന്നത് ഫുഡ് ആൻഡ് ബിവറേജ് സർവീസ് സ്റ്റാഫ് 5 വേക്കൻസി, ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് 5 വേക്കൻസി, കുക്ക് 3 വേക്കൻസി, അസിസ്റ്റൻറ്റ് കുക്ക് 3 വേക്കൻസി, റിസപ്ഷനിസ്റ്റ് 2 വേക്കൻസി, കിച്ചൺ മേറ്റി 3 വേക്കൻസി. ആകെ 21 വേക്കൻസിയാണുള്ളത്. അപ്പോൾ ഇത്രയും തസ്തികകളിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. ഇനി ഓരോ തസ്തികയിലേക്ക് വേണ്ട യോഗ്യത എന്താണെന്ന് നോക്കാം. ആദ്യത്തേത് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫാണ്. യോഗ്യത വേണ്ടത് 10ാം ക്ലാസ് ആണ്. കൂടാതെ കേരള സർക്കാരിൻ്റെ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഹോട്ടൽ അക്കോമഡേഷൻ ഓപ്പറേഷനിൽ ക്രാഫ്റ്റ് സർട്ടിഫിക്കറ്റ് കോഴ്സ് ജയിച്ചിരിക്കണം. ഇതല്ലെങ്കിൽ കേരള ടൂറിസം മന്ത്രാലയത്തിന് കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജിയിൽ നിന്നും ഹോട്ടൽ അക്കോമഡേഷൻ ഓപ്പറേഷനിൽ 1 വർഷത്തെ ഡിപ്ലോമയോ PG ഡിപ്ലോമയോ വിജയിച്ചിരിക്കണം. കൂടാതെ 2 സ്റ്റാർ ക്ലാസിഫിക്കേഷനോ അതിനു മുകളിലുള്ളതോ ആയ ഹോട്ടലുകളിൽ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫായിട്ട് 6 മാസത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത്. ഇനി അടുത്ത പോസ്റ്റ് ഫുഡ് ആൻഡ് ബിവറേജ് സ്റ്റാഫാണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് +2 പാസ്സായിരിക്കണം. കൂടാതെ കേരള സർക്കാരിൻ്റെ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും 1 വർഷത്തെ ഫുഡ് ആൻഡ് ബിവറേജ് സർവീസിൽ ക്രാഫ്റ്റ് സർട്ടിഫിക്കറ്റ് കോഴ്സ് ജയിച്ചിരിക്കണം. അല്ലെങ്കിൽ കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന് കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജിയിൽ നിന്നും ഫുഡ് ആൻഡ് ബിവറേജ് സർവീസിൽ നിന്നും 1 വർഷത്തെ ഡിപ്ലോമ വിജയിച്ചിരിക്കണം. കൂടാതെ 2 സ്റ്റാർ ക്ലാസിഫിക്കേഷനോ അതിനു മുകളിലുള്ളതോ ആയ ഹോട്ടലുകളിൽ വെയ്റ്റർ അല്ലെങ്കിൽ ബട്ട്ലർ അല്ലെങ്കിൽ ക്യാപ്റ്റനായി കുറഞ്ഞത് 2 വർഷത്തെ പരിചയം ഉണ്ടായിരിക്കണം. ഇനി അടുത്ത പോസ്റ്റ് കുക്കാണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് 10ാം ക്ലാസ് ആണ്. കൂടാതെ കേരള സർക്കാരിൻ്റെ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഫുഡ് പ്രൊഡക്ഷൻ ക്രാഫ്റ്റ് സർട്ടിഫിക്കറ്റ് കോഴ്സ് അല്ലെങ്കിൽ കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന് കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജിയിൽ നിന്ന് കുക്കറി ഓർ ഫുഡ് പ്രൊഡക്ഷനിൽ 1 വർഷത്തെ ഡിപ്ലോമ വിജയിച്ചിരിക്കണം. ഇതല്ലെങ്കിൽ 2 സ്റ്റാർ ക്ലാസിഫിക്കേഷനോ അതിനു മുകളിലുള്ളതോ ആയ ഹോട്ടലുകളിൽ കുക്ക് അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് കുക്കായിട്ട് 2 വർഷത്തെ പരിചയം ഉണ്ടായിരിക്കണം. ഇനി അടുത്ത പോസ്റ്റ് അസിസ്റ്റൻറ്റ് കുക്കാണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് 10ാം ക്ലാസ്. കൂടാതെ കേരള സർക്കാരിൻ്റെ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഫുഡ് പ്രൊഡക്ഷൻ ക്രാഫ്റ്റ് സർട്ടിഫിക്കറ്റ് കോഴ്സ് പാസ്സായിരിക്കണം. അതുപോലെ തന്നെ 2 സ്റ്റാർ ക്ലാസിഫിക്കേഷനോ അതിന് മുകളിലുള്ളതായ ഹോട്ടലുകളിൽ കുക്ക് അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് കുക്കായിട്ട് 1 വർഷത്തെ പരിചയം ഉണ്ടായിരിക്കണം. ഇനി അടുത്ത പോസ്റ്റ് റിസപ്ഷനിസ്റ്റ് ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് +2 ആണ്. കേരള സർക്കാരിൻ്റെ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഫ്രണ്ട് ഓഫീസ് ഓപ്പറേഷനിൽ ക്രാഫ്റ്റ് സർട്ടിഫിക്കറ്റ് കോഴ്സ് പാസ്സായിരിക്കണം. അതുപോലെ തന്നെ ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ റിസപ്ഷനിസ്റ്റായി കുറഞ്ഞത് 2 വർഷത്തെ പരിചയം ഉണ്ടായിരിക്കണം. ഇനി അടുത്ത പോസ്റ്റ് കിച്ചൺ മേറ്റി ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് 10ാം ക്ലാസ് ആണ്. കൂടാതെ കേരള സർക്കാരിൻ്റെ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും 1 വർഷത്തെ ഫുഡ് പ്രൊഡക്ഷൻ ക്രാഫ്റ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ 2 സ്റ്റാർ ക്ലാസിഫിക്കേഷനോ അതിന് മുകളിലുള്ളതോ ആയിട്ടുള്ള ഹോട്ടലുകളിൽ കുക്ക് അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് കുക്കായിട്ട് കുറഞ്ഞത് 1 ഇയർ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്ര തസ്തികകളിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുണ്ട്. പ്രായപരിധി 18 മുതൽ 36 വയസ്സ് വരെയാണ്. കൂടാതെ SC ST കാറ്റഗറി ആണെങ്കിൽ 5 വയസ്സിൻ്റെയും OBC കാറ്റഗറി ആണെങ്കിൽ 3 വയസ്സിൻ്റെയും പ്രായത്തിൽ ഇളവുണ്ട്. ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സെലക്ട് ചെയ്യുന്നത് എഴുത്തു പരീക്ഷ,
സ്കിൽ ടെസ്റ്റ്, ഇൻ്റർവ്യൂ എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും സെലക്ട് ചെയ്യുന്നത്. പ്രതിദിന വേതനം വരുന്നത് 675 രൂപയാണ്. ദിവസവേതന അടിസ്ഥാനത്തിലാണ് ജോലി വരുന്നത്. താല്പര്യമുള്ളവർക്ക് പോസ്റ്റ് വഴി അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷ ഫോം പൂരിപ്പിച്ച് പോസ്റ്റ് വഴിയാണ് അയച്ചു കൊടുക്കേണ്ടത്. അപേക്ഷയോടൊപ്പം നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകളുടെ കോപ്പിയോടെ വെക്കേണ്ടതാണ്. അപേക്ഷ അയക്കേണ്ട വിലാസം: ദ റീജിയണൽ ജോയിൻറ്റ് ഡയറക്ടർ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടൂറിസം, റീജിയണൽ ഓഫീസ്, സിവിൽ സ്റ്റേഷൻ, കോഴിക്കോട്. പിൻകോഡ് 673020. ഒരു ഉദ്യോഗാർത്ഥിക്ക് ഒരു തസ്തികയിലേക്ക് ഒരു ജില്ലയിലേക്ക് മാത്രമേ അപേക്ഷിക്കാനായിട്ട് കഴിയത്തുള്ളൂ. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഏപ്രിൽ 3 ആണ്. ഏപ്രിൽ 3 വൈകുന്നേരം 5 മണി വരെയാണ്. താല്പര്യമുള്ളവർ അതിന് മുമ്പായിട്ട് തന്നെ അപേക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതാണ് ആപ്ലിക്കേഷൻ ഫോം. ഈ ഫോമാണ് നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് സർട്ടിഫിക്കറ്റുകളുടെ കോപ്പിയായിട്ട് അപേക്ഷിക്കേണ്ടത്. നിങ്ങൾക്ക് ഈ ഫോം വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ കേരള ടൂറിസം വകുപ്പിന് കീഴിൽ വിവിധ പോസ്റ്റുകളിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാവുന്നതാണ്. താല്പര്യമുള്ളവർ പോസ്റ്റ് വഴി അപേക്ഷിക്കുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.